ഇപ്രാവശ്യം ഐറു വന്നപ്പോൾ ഇതുമുന്നെ കിട്ടിയിട്ടേ ഇല്ല കേട്ടോ. തീരെ വയ്യാണ്ടായിപ്പോയി. അവൾക്ക് പനിയും ഛർദിയും എന്തൊക്കെയോ അസുഖമൊക്കെ ആയിട്ട് ഇതായി കിടപ്പിൽ തന്നെ 2 പ്രാവശ്യം ഇപ്പോൾ ഡോക്ടറെ കാണിച്ചു. ഒരു ഈ സോഫയിൽ നിന്ന് എഴുന്നേൽക്കാൻ അവൾക്ക് പറ്റിയിട്ടില്ല കേട്ടോ. എന്തോ വയറിന് എന്തോ ഇൻഫെക്ഷൻ എന്തോ വന്നതാണ്. എന്തായാലും ഐറൂസിന് ഭയങ്കര നഷ്ടമായി. കാരണം അവർ തമ്മിലാണ് കളി മുഴുവൻ. അപ്പോൾ മക്കളൊക്കെ ഉള്ളതല്ലേ എന്നും പറഞ്ഞിട്ട് ആ പാപ്പ വന്നപ്പോൾ പപ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കഷ്ണമാണ് ഐറു അവിടെ കഴിക്കുന്നത്. പക്ഷേ ഇതുമൂന്ന് വയ്യാത്ത കണ്ടപ്പോൾ ആ പാപ്പാക്ക് സങ്കടമായി. എന്തായാലും ഞാൻ ഇതുമൂന്ന് നൂൽപുട്ടും പിന്നെ ചെറുതായിട്ട് എരിവൊന്നും ഇല്ലാത്ത കുറുമക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് പക്ഷേ അവൾക്ക് രണ്ടുമുള്ള കഴിച്ചപ്പോക്കിന് അവൾക്ക് കഴിക്കാൻ പറ്റുന്നില്ല. പിന്നെ കുറച്ച് കഞ്ഞിവെള്ളമൊക്കെ കൊടുത്തിട്ട് മരുന്നൊക്കെ കൊടുത്തിട്ട് അവൾ കിടന്നു കേട്ടോ. ഉച്ചയ്ക്ക് പിന്നെ മോളൂനെ കൊണ്ടാൽ മോളൂൻ്റെ ഹസ്ബൻഡ് വന്ന സമയത്ത് പോലും അവൾ ഇതാ ഈ ഒരു കിടത്തം തന്നെയാണ്. ഐറു വന്നത് പറഞ്ഞിട്ടില്ല, പോയത് പറഞ്ഞിട്ടില്ല, അവൻ്റെ കൂടെ കളിക്കാനും പറ്റിയില്ല. ഈ പോകുന്ന സമയത്തൊക്കെ അവനെ യാത്ര അയക്കണത് ഫുള്ളും ഇതുമാണ് കേട്ടോ. ആ വണ്ടീൻ്റെ അടുത്ത് വരെ ഓളെ പോയി അവർ ഉമ്മയൊക്കെ കൊടുത്ത് പറഞ്ഞ് വെച്ചിട്ട് അവൾ വീട്ടിലേക്ക് വരുള്ളൂ. പിന്നെ അവരും കൂടി പോയപ്പോൾ പിന്നെ വീട് ഉണങ്ങിപ്പോയി. ഈ തുള്ളിച്ചാടി നടക്കുന്ന മക്കൾ വീട്ടിലുണ്ടായിട്ട് അവരെന്തെങ്കിലും സുഖമില്ലാതെ കിടന്നാൽ പിന്നെ അവസ്ഥ പറയണ്ടല്ലോ. വീട് അങ്ങനെ ഉണങ്ങിപ്പോയിട്ട് പിന്നെ എന്തായാലും നീനുട്ടിയും കൂടി വന്നപ്പോഴാണ് ഒന്നൊന്ന് ഒച്ചയും പാളും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. വന്നിടന്നെ ഇതാ അമ്മച്ചിക്ക് ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടെന്നും പറഞ്ഞ് അവൾ എടുത്ത് തന്നത് എന്താ പറയുക, സ്നിക്കേഴ്സ്, ഡയറി മിൽക്ക്, ഇങ്ങനെയുള്ള ചോക്ലേറ്റ് സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ഈ ഡയറ്റ് ചെയ്യണ എനിക്കാണ് അപ്പോൾ ഈ ഇതൊക്കെ കൊണ്ടുവന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ സത്യം പറഞ്ഞത് ഐറുവിന് കൊണ്ടുവന്നതാണ്. മോള് പോയോ എന്നല്ല ചോദിച്ചത്, ഐറു പോയോ എന്നാ ചോദിച്ചിട്ടോ. ഇത്ര പെട്ടെന്ന് പോകുന്ന അവളും വിചാരിച്ചില്ല. അപ്പോൾ ഇന്നലെ വാങ്ങിച്ചതായിരുന്നു ഐറുവിന് കൊടുക്കാനായിട്ട്. എന്തായാലും ഐറു പോയ സ്ഥിതിക്ക് ഇമ്മിച്ച് കഴിച്ചോ എന്ന് പറഞ്ഞ് തന്നതാ കേട്ടോ. എന്തായാലും ഞാനിതൊന്നും കഴിക്കാൻ പോകണില്ല, നമുക്ക് നേരെ പോയി ഓക്ക് ചായ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാം അല്ലേ. അപ്പോൾ ഞാൻ വേഗം നല്ലൊരു പാൽ ചായ ഉണ്ടാക്കി സ്ട്രോങ് ചെയ്യുമ്പോഴേച്ചിട്ട് ചായ കൊണ്ടുവന്ന് പറഞ്ഞാൽ വരിക. അപ്പോൾ നല്ല സ്ട്രോങ് ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് അതിലേക്ക് ആ പാപ്പ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പപ്സ് ഉണ്ടായിരുന്നു. ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ച് നല്ല ചൂടാക്കി കൊടുത്തു കേട്ടോ. പിന്നെ അതിന് ശേഷമാണ് അവൾ ചോറും കറിയൊക്കെ കഴിച്ച്